ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 25,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും എന്നുള്ളത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ലിസ്റ്റ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പം ഏറ്റവും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഏത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലാണ് ഈ ഒരു ഫോണുകൾ കണ്ടത് എന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ്, 20,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കാണ് എന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ എന്ന് പറയുന്നത് വിവോ T3 അല്ലാന്നുണ്ടെങ്കിൽ ഐക്യു Z9 എന്നീ ഫോണുകളാണ്. രണ്ട് ഫോണുകളും 20,000 രൂപയ്ക്ക് താഴെയാണ് വരുന്നത്. സെയിം ഫോണുകൾ തന്നെയാണ്. ഈ രണ്ട് ഫോണുകളിലും 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7200 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇതിൽ വിവോ T3 എന്ന സ്മാർട്ട് ഫോൺ 18,500 രൂപ പ്രൈസ് റേഞ്ചിലും ഐക്യു Z9 എന്നുള്ള സ്മാർട്ട് ഫോൺ 17,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. അപ്പം ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ 20,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ എന്ന് പറയുന്നത് Redmi Note 13 Pro എന്നുള്ള സ്മാർട്ട് ഫോണാണ്. അപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Snapdragon 7S Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 200+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OISന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. 18,700 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ 19,400 രൂപ പ്രൈസ് റേഞ്ചിൽ നത്തിങ് ഫോൺ 2A എന്നുള്ള സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. അതും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ലഭിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇത്. അപ്പം ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7200 Pro എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 19,400 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകൾ വേണ്ടവർക്ക് കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ, അതായത് 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ Realme Narzo 80 Pro എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7400 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlus Nord C4 എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Snapdragon 7 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 22,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇപ്പം 20,000 to 22,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് കൺസിഡർ ചെയ്യുന്ന ചില ഫോണുകൾ. പിന്നെ പല ആൾക്കാർക്കും പല ബ്രാൻഡ് പ്രിഫറൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ പല ആൾക്കാർക്കും ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ് വേണ്ടി വരും. ഇപ്പം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകൾ വേണം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ എന്നുണ്ടെങ്കിൽ ഐക്യു Z7 Pro എന്ന സ്മാർട്ട് ഫോൺ 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7200 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 64+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4600 mAh ബാറ്ററിയും 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് സാംസങ്ങിൻ്റെ തന്നെ ഒരു ഫോൺ വേണം എന്ന് നിർബന്ധം ഉണ്ടായിരിക്കും. അപ്പം 20,000 to 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിൻ്റെ അധികം ഫോണുകൾ വരുന്നില്ല. അപ്പം സാംസങ്ങിൻ്റെ തന്നെ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 16,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സാംസങ് F55 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Snapdragon 7 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 16,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനിലായിരിക്കും താല്പര്യം. ഇപ്പോൾ ഡ്യുവൽ ഡിസ്പ്ലേ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ലാവ അഗ്നി 3 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലാവയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിലും ഇത് കൺസിഡർ ചെയ്യാം. 21,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ കൂടി ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്.
അപ്പോൾ ഫ്രണ്ടിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡറി ഡിസ്പ്ലേ കൂടി വരുന്നുണ്ട്. MediaTek Dimensity 7300X എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 66 വാട്ടിൻ്റെ വാസ്താൻ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി ചില ആൾക്കാർക്ക് മോട്ടറോളയുടെ തന്നെ ഒരു ഫോൺ വേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ടെലിഫോട്ടോ ലെൻസ് ഉള്ള ക്യാമറയും വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് മോട്ടറോള എഡ്ജ് 50 എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. 6.7 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+10+13 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോൺ 22,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് 20,000 to 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസ്. ഇനി കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിങ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പോക്കോ F6 5G എന്ന സ്മാർട്ട് ഫോൺ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. അപ്പം ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 12-bit ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് റിയൽമിയുടെ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ കേർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി GT 60 എന്ന സ്മാർട്ട് ഫോൺ 24,600 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെ വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 24,600 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് റിയൽമിയുടെ അല്ലെങ്കിൽ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ റിയൽമി 13 Pro Plus എന്ന സ്മാർട്ട് ഫോൺ 23,900 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ ക്യാമറയിൽ 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പം പെരിസ്കോപ്പ് ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5200 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ആ പ്രോസസ്സർ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രോസസ്സറുകളുടെ അത്ര സ്ട്രോങ് അല്ല, ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ 24,300 രൂപ പ്രൈസ് റേഞ്ചിൽ നത്തിങ് ഫോൺ 3A കൺസിഡർ ചെയ്യാവുന്നതാണ്. 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലിഫ് ഇൻ്റർഫേസ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 24,300 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ iQOO Z9S Pro അല്ലാന്നുണ്ടെങ്കിൽ വിവോ T3 Pro എന്നീ ഫോണുകളും 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ കേർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതല്ലാതെ iQOOയുടെ ഭാഗത്ത് നിന്ന് കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന iQOO Z10 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിൽ കോഡ് കേർവ്ഡ് ഡിസ്പ്ലേയും അതുപോലെ തന്നെ വളരെ കൂടി 7300 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ സിംഗിൾ സ്പീക്കറൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നല്ല ബാറ്ററി സെറ്റപ്പും കോഡ് കേർവ്ഡ് ഡിസ്പ്ലേയും വേണമെന്നുണ്ടെങ്കിൽ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ iQOO Z10 കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു iQOO Z9S Pro എന്ന ഫോൺ തന്നെ കൺസിഡർ ചെയ്താൽ മതി. ഇനി റെഡ്മിയുടെ ഒരു ഫോൺ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വേണം എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ റെഡ്മി Note 13 Pro Plus 23,400 രൂപ പ്രൈസ് റേഞ്ചിലുണ്ട്. അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7200 Ultra എന്ന പ്രോസസ്സറാണ് വരുന്നത്. 200+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 5000 mAh ബാറ്ററി 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 23,400 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം.
OnePlusൻ്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ OnePlus Nord C4 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റി പറഞ്ഞു. അതല്ലാതെ OnePlus Nord 3 എന്ന സ്മാർട്ട് ഫോൺ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതും കൺസിഡർ ചെയ്യാവുന്നതാണ്, പക്ഷേ കുറച്ച് പഴയ ഫോണാണ്. ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം ഇതിൽ 6.7 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 9000 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5500 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. ഇപ്പം 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം 25,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ 19,400 രൂപ പ്രൈസ് റേഞ്ചിൽ നത്തിങ് ഫോൺ 2A സെലക്ട് ചെയ്തേക്കാം. അല്ല ബഡ്ജറ്റ് കുറച്ചും കൂടിയൊക്കെ കൂട്ടാൻ പറ്റും എന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ പോക്കോ F6 ഞാൻ സെലക്ട് ചെയ്തേക്കാം. ഇനി ക്യാമറ ഫോക്കസ്ഡ് ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Realme 13 Pro Plusഉം ഞാൻ കൺസിഡർ ചെയ്തേക്കാം. പിന്നെ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ Realme Narzo 80 Pro കൺസിഡർ ചെയ്തേക്കാം. കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിൽ Realme GT 60 ഞാൻ കൺസിഡർ ചെയ്തേക്കാം. അപ്പം അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു പേഴ്സണൽ ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.